മുൻമന്ത്രി എഴുവിന്റെ മത്തായി സാറല്ലേ? അതെ. തന്റെ പേരെന്താ? ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം. കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലെയാ? ഇവിടെ തന്നെ. ഇവിടുത്തെ പീതാംബരനല്ലേ? പീതാംബരം പത്തനാപുരത്തേക്ക് പോയി. ഇന്ന് സന്ധ്യക്ക് ഞാൻ പീരിമേട്ടിൽ ഇങ്ങോട്ട് പോന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പീരിമേട്ടിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല, അതാ കേസ്. സാറിനെന്താ ഒരു പരിഭ്രമം? സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത്? ഒരു തരം സന്ധിവാദമാ, പാരമ്പര്യമായിട്ടുള്ളതാ. സാറിന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ. സാർ ഇങ്ങോട്ട് ഇറങ്ങി മടി. മത്തായി സാർ കോഴിത്തീറ്റയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭം രണ്ടും ഫലത്തിലൊന്നു തന്നെ. സാർ, എന്നെ രക്ഷിക്കണം. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ? സാർ, എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്നും തൊട്ടിട്ട് പോലും ഇല്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ച് അധികമല്ലേ? സാറേ, പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞു തരുന്ന ലോട്ടറിയാണ് ഈ പീഡനം. സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിഭമോ കിട്ടിയാലുണ്ടല്ലോ, ലൈഫ് ജോളി, വൈഫ് ജോളി ജോളി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. അതുകൊണ്ട് ജപജപാന്ന് കാശിന്റെ അടുത്ത ടൈമില്ല. എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെന്നെ പേടിപ്പിക്കരുത്. സ്വാഭാവിയായ അഭിവാഹിതനോ? ഇതെന്തിനാ മേനെ നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത്? ജനറൽ മാനേജർ അഭിവാദനായിരിക്കണം. ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. എന്റെ ഒരു മറവി. എന്ത് ചെയ്യാൻ സാറേ, 20-ാം പിറന്നാളിലന്ന് ഈ പറമ്പിൽ വെച്ച് ഈ തലയിൽ ഒരു തേങ്ങ വീണതാ. അന്ന് മുതൽ തുടങ്ങിയതാ ഈ മറവി. പക്ഷെ അതൊരു ഭാഗ്യായിട്ടോ, അന്ന് മുതലാ ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫായത്. തന്റെ തന്തയുടെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. നോക്കണ്ട. അന്ന് തേങ്ങ വീണ നേരം കൊണ്ട് ആ തെങ്ങ് തന്നെ തന്റെ തലയിലേക്ക് വീണിരുന്നെങ്കിൽ ഇന്ന് ശല്യം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു പരസ്യം എന്തിനാണെന്ന് പറയടോ അഴകമേന്നെ. പരമാനന്ദം സാറേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. GM ആയി വരുന്ന ആൾ അവിവാഹിതനായിരിക്കണം, സുന്ദരനായിരിക്കണം, നായരായിരിക്കണം, കുടുംബത്തിൽ പിറന്നവനായിരിക്കണം. ഇതൊക്കെ പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? എടോ, ഇതെന്താണോ ജനറൽ മാനേജർ സെലക്ട് ചെയ്യാനുള്ള പരസ്യോ അതോ കല്യാണ പരസ്യം? ഒരു മിനിറ്റ്, ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. നോക്ക്. കല്യാണക്കാരും കൂടി മുതലാളിയുടെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ചെക്കനാണെങ്കിൽ സൂര്യമോളെ കെട്ടിച്ചു കൊടുക്കാലോ. അപ്പൊ അതായിരുന്നല്ലേ മനസ്സിൽ? ഇതിന് ഞാനൊരു പങ്കായ മോനെ മണിവർണ്ണ. എടി ചന്ദ്രയെ, മണിവർണ്ണൻ എന്തി? കിധർ ഗയാ? मैं नहीं जानती. ഓ, ഇവളുടെ ഒരു മുടിഞ്ഞ ഹിന്ദി. എടി, നീ എനിക്ക് ജനിച്ചതോ അതോ ഏതോ ഇന്ത്യക്കാരൻ ജനിച്ചതോ? സ്വാതന്ത്ര്യ സമര സേനാനി എന്റെ മുത്തച്ഛനെ പോലെ ഞാൻ ഹിന്ദിയിൽ PhD എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ എന്നെ ഹിന്ദി പഠിപ്പിച്ച പിതാജിയല്ലേ? അതെ, നിന്റെ പിതാജിനോടും മാതാജിനോടൊന്നും വിളമ്പാനല്ല, നോക്കിയൊക്കെ ഏട്ടനെ വിളിച്ചോണ്ട് പോടി. ദൈവമേ, ഇങ്ങനെ ഒരു കല്യാണം നടന്ന ആ നിമിഷം എന്റെ മോൻ തോന്നിച്ചാവൂ. ഊണിലും ഉറക്കത്തിലും സൂര്യ സൂര്യ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ പറ, ആ മോഹം നടക്കാൻ പോണില്ല. വാഷകളെ, എടി, ഞാൻ ആർട്ട് പേഷ്യന്റാ, പോയി വിളിച്ചോണ്ട് വാടി. മണിവർണ്ണ, മണിവർണ്ണ, മോനെ, എടി മണിവർണ്ണൻ എന്തിയെ? എന്തിനാ സാറേ? അതേ, നിന്റെ അമ്മയെ കൊണ്ട് അവനൊന്ന് കെട്ടിക്കാൻ. അവൻ എന്തിയടി? അപ്പുറത്തെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്നാ നീ ഇതുവഴി റിസോർട്ടിലേക്ക് പോവാ, ഞാൻ പോയിട്ട് ഡ്രസ് മാറ്റിട്ട് പെട്ടെന്ന് വരാം. മോനെ, ആരാ ഈ വിളിച്ച് പോകുന്നത്? ദൈവമേ, അച്ഛൻ ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളല്ലേ? തട്ടിപ്പോയാ ഈശ്വരാ, അച്ഛൻ തട്ടിപ്പോയാ കർമ്മം ചെയ്യാൻ ഞാൻ തല ഒട്ടടിക്കണമല്ലോ. ഈശ്വരാ, എന്റെ ഗ്ലാമർ പോവോ? നീ ഇന്നത്തെ പത്രം വായിച്ചു? പത്രം ഏത്? മനോരമ, മാതൃഭൂമിയാ? കുന്തപത്രം. അതെ, വായിച്ചു നോക്കടാ. ഇത് വായിക്ക്. വായിച്ചിതാ. വായിക്കാം. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജറായി MBA-കാരനെ ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. നീ MBA-കാരനാണോ? അല്ല. സൽസ്വഭാവിയാണോ? അല്ല. സുന്ദരനാണോ? പിന്നെ അല്ല. നീ എന്നെ പോലെയാ? പക്ഷെ ഞാൻ അവിവാഹിതനാണല്ലോ. ഇവിടെ പറമ്പ് കളിക്കുന്ന കുട്ടനും അവിവാഹിതനാണല്ലോ. എടാ, എന്നിട്ടെന്ത് കാര്യം? ഒരു MBA-കാരനെ കൊണ്ട് അളിയനെ അവളെ കെട്ടിക്കാനാ പ്ലാൻ. അതിന് സൂര്യ സമ്മതിക്കോ?
ജീവിതത്തിലേക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ള ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. ആരോട് പട്ടിനെ വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. ആ, ഒരു സോഡയും 2 പഴവും വേണം. കൊല്ലാതൊരു വിലയും പറയും. 250. ആ, ഇതാ 250. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? ഇതൊരു 50. ഇതൊരു 50. 250. വരട്ടെ. ഓ, ബാക്കി ആശ എന്നിട്ട് ഓടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? ചെയ്യാം. സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? ആനന്ദ സാർ കയറി. താങ്ക് യു. ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടൽ കയറിയാൽ തന്നെ ഐശ്വര്യ. നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ ഇവിടെ ഇവിടെ. വലിയ ഉപകാരം. ഹലോ, കാശ് തന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാവം. മര്യാദയ്ക്ക് കാശ് എന്നിട്ട് ഓടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് ആടോ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജറോ? കാശ് എടുക്കണം. കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. എനിക്കെന്തിനാ കാശ് എടുക്കാൻ? കാശില്ലെന്ന് പറഞ്ഞില്ലേ? കാശ് തരാൻ തന്നെ വെറുതെ വിടില്ല. തനിക്കെന്നെ അറിയാം. കാലത്തെ തന്നെ ആട്ടോ ഡ്രൈവേഴ്സ് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ചത്തൊന്നും കയറരുത്. ആളുകൾ വന്ന് ഞാൻ കയറും. ചാർജ് എടുക്കേണ്ട ദിവസമാണല്ലോ. പ്ലീസ് ഡോണ്ട് ബിഹേവ് ലൈക്ക് ദിസ്. ഓടോ. എന്താണോ ഈ കാണിച്ചത്? തെയ്യെങ്കിൽ തെയ്. ഈ വരുന്നത് വട്ടനാണേ, സൂക്ഷിച്ചോ. എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD അകത്തില്ലെന്നേ. നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന. ജനറൽ മാനേജർ? അതെ, ഞാൻ ചാർജ് എടുത്ത് ആദ്യം തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് പോവാണ്. Please leave me. ആളറിയാതെ ആരൊന്നും ചെയ്യരുത്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ don't behave like this. Please, എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞത്? ഹലോ സാർ, ഒരു ഭ്രാന്തൻ MD ഒക്കെ കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമിയല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ? കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുവിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരന്. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടയ്ക്കോ? പിന്നെ നല്ല പൊരിഞ്ഞ പിടിമലിയും അല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളിവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാർ. കക്ഷി ഞാനാണ്. എന്താ? എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ. അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലല്ലേ? മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഫോണോടെ വെക്കാൻ. സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. സൂര്യ ഗ്രൂപ്പിനാണ്. വയലന്റ് കേസ് വന്നു. എന്റെ അപ്പൂപ്പനാണോ? അതോ വഴിപോക്കനാ? വഴിപോക്കൻ എന്റെ അമ്മായി. ഒരു ഭ്രാന്തനാ. ഉടനെ അമ്മാവൻ കൊല്ലും ഞാൻ. എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കും. Please, please.
ഫ്ലാറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര. അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. പിന്നെ ആംബുലൻസ് റെഡിയല്ലേ? ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്കുക. നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്. വയലന്റ് ആവുന്ന ടൈപ്പാ. സൈലന്റ് ആയിക്കോളാം സിസ്റ്ററെ. ഡോക്ടർ ദേവി തന്നെ ഷോക്ക് അടിപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ GM ആയിരുന്നു. ഞാനൊരു MBA കാരനാണ് ഡോക്ടർ. MBBS എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം. നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറിക്കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. എനിമേ? അയ്യോ, പാവം നല്ലൊരു ചെറുപ്പക്കാരൻ. ആന മയക്കടിച്ച് മയ്യത്തായതാ. നല്ല വാസന. ഇങ്ങോട്ട് ചാരി നിന്നോ. അനിയ, സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്. നിങ്ങളൊക്കെ എവിടെ വായി നോക്കി നിൽക്കായിരുന്നു? സാർ, ഞങ്ങൾ ആ പേഷ്യന്റിനെ വരാതെ നിർത്തിയിരിക്കായിരുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സാർ. ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാരും മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്ത് എറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. സാറന്മാരെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? എടാ, അത് കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. ആട്ടാ, നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം, രൂപം, മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. അവിടെ എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ്, സാബ്, अरे लोगों, बाहर आ जाओ. इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है. जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ. सब लूटा की होश में ये तो क्या किया. नमस्कार साहब. നമസ്കാർ. इधर काम के लिए जगह खाली है. ये जानकर मैं नेपाल से आया हूँ. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. ക്രോസ്. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे भगवान, എന്തൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല.
मैं राम सिंह गूर्खा हूँ മേനൻ സാർ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक की नजर में मुझे जानता हूँ എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ചോട്ടോ चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു വെച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, അവൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. ആ, എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल हाउ आर यू മിസ്റ്റർ രമേശ് നമ്പ്യാർ. क्या साहब പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब തന്നോടല്ലോ ഒന്ന് പോയേ. ओ।